വിജയന നമസ്കാരം. നമസ്കാരം. ഈ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഭീകര സംഘടനകളെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നാൽ തന്നെയും പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഓടി നടന്ന് കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും കേന്ദ്രം എന്തുകൊണ്ടൊരു ചെറുവിൽ അനക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്രം നിരോധിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് വരെയുള്ള ചോദ്യം എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ നിരോധിച്ചപ്പോഴും 5 വർഷത്തേക്കാണ് നിരോധിച്ചിരിക്കുന്നത്. 5 വർഷം കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീങ്ങുമെന്നുള്ള ലെവലിലാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പൊ അതുപോലൊരു ചോദ്യമാണ് ഈ ഹമാസിന്റെ കാര്യത്തിലുള്ളത്. എന്തുകൊണ്ട് ഹമാസിനെ നിരോധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം. പോരാത്തതിന് ഹമാസിനെ നിരോധിക്കുന്നില്ല എന്ന് ചോദ്യം ചോദിക്കാൻ കാരണം ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ VT ബൽറാമിന്റെ മണ്ഡലത്തിൽ അവിടെ ഒരു ദേശത്തിന്റെ ഉത്സവം നടന്നപ്പോൾ, ഉറൂസ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ നടന്നപ്പോൾ അവിടെ ഈ ഹമാസിന്റെ ഭീകരവാദികൾ മരിച്ചവരും മരിക്കാനിരിക്കുന്നവരുമായിട്ടുള്ളവരെ എല്ലാവരുടെയും ഫ്ലക്സ് എടുത്ത് ഒരു തിടമ്പ് പോലെ ആക്കിയിട്ട് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ അപ്പോഴാണ് വീണ്ടും ഈ ചോദ്യം കേന്ദ്ര സർക്കാരിനോട് ഉയർന്നു വന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഹമാസിനെ നിരോധിക്കുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും കേന്ദ്ര സർക്കാർ ഹമാസിനെ നിരോധിക്കാത്തത്? എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് പര്യാപ്തമായിരിക്കുമോ നമ്മുടെ രാജ്യസുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ? അല്ല, നമ്മുടെ രാജ്യത്ത് ഇതുവരെ കേന്ദ്ര സർക്കാർ 44ഓളം സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട്. അതില് നമ്മുടെ രാജ്യത്തുള്ള സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഭീകര സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട്. 2015 നമ്മളൊരു ഇന്റർനാഷണൽ ഭീകര സംഘടനയെ നിരോധിക്കുന്നത്. അത് ISIS ആയിരുന്നു. അതിനുശേഷം നമ്മൾ അന്താരാഷ്ട്ര ഭീകര സംഘടനകളൊന്നും നിരോധിച്ചിട്ടില്ല. ഈ ഹമാസും അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ ഗണത്തിൽ വരുന്നതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തുള്ള വിധ്വംസക പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ 44 സംഘടനകളാണ് നമ്മൾ നിരോധിച്ചിരിക്കുന്നത്. അതിലേറ്റവും ശക്തമായ സംഘടന, ഈ അടുത്ത കാലത്ത് നിരോധിച്ചൊരു ശക്തമായ സംഘടന പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് ശേഷവും കാശ്മീരിലടക്കം ചില സംഘടനകളെ കൂടി കേന്ദ്ര സർക്കാർ നിരോധിക്കുകയുണ്ടായി. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മളത് വാർത്ത ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നും അത്ര പോപ്പുലർ അല്ല ആ സംഘടനകൾ. അതുകൊണ്ടാണ്. അത് കൂടാതെ തന്നെ ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ ഘടകം, കാശ്മീർ വിഭാഗത്തിന് നിരോധിച്ചിരുന്നു. അവരുടെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടുകയുണ്ടായി. അപ്പോ ഈ നിരോധിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളും ചില നിയമങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നിരോധിക്കപ്പെട്ട സംഘടനകളെയും സംഘടനകളുടെ പ്രവർത്തകർക്കും ചില നിയമങ്ങളും ഉണ്ട്. 2019 നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അതായത് ഈ സംഘടനകളെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു അമെന്റ്മെന്റ് ആയിരുന്നു. അതിന് എതിർപ്പൊന്നും ഉണ്ടായില്ല. അമെന്റ്മെന്റ് പാസ്സാകുകയായിരുന്നു. അതില് പണ്ട് കാലത്ത് ഈ സംഘടനകളെ നിരോധിക്കുമായിരുന്നപ്പോൾ ഈ സംഘടനയിലുള്ള അംഗങ്ങൾക്ക് മറ്റ് ഇടങ്ങളിൽ ചേക്കേറുക, അതിന്റെ നേതാക്കന്മാർക്ക് മറ്റിടങ്ങളിൽ ചേക്കേറുകയോ ഇല്ല മറ്റിടങ്ങളിൽ പോയിട്ട് പുതിയ പാർട്ടിയോ സംഘടനയോ രൂപീകരിക്കുകയോ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് പറ്റുമായിരുന്നു. ഒപ്പം തന്നെ അത് ഇപ്പോൾ പറ്റില്ല. അതാണ് ഒന്നാമത്തെ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു അമെന്റ്മെന്റ്. രണ്ടാമത്തേത് അവരുടെ സ്വത്തുവകകൾ കംപ്ലീറ്റ് മുമ്പ് ഫ്രീസ് ചെയ്യുകയാണ്. ഇപ്പോൾ അത് കണ്ടുകെട്ടുകയാണ്. മുമ്പ് മരവിപ്പിച്ച് നിർത്തുകയായിരുന്നു. ഇപ്പോൾ അത് മരവിപ്പിച്ച് നിർത്താറില്ല. ഇത് സർക്കാർ അങ്ങ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിനകത്ത് വന്ന അമെന്റ്മെന്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഇനി നിരോധനത്തിലേക്ക് വന്നാൽ, ഒരു സംഘടനയെ നിരോധിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന സംഘടനയല്ല, പുറത്തുള്ള ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടനയെ നിരോധിക്കണം എന്നുണ്ടെങ്കിൽ ആ സംഘടനയ്ക്ക് നമ്മളുടെ ഇന്ത്യൻ പ്രദേശത്തിനുള്ളിൽ അവർ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടു എന്നുള്ളതിന് നമ്മൾ തെളിവുകൾ ഉണ്ടാകണം. ഇവിടെ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്തു എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടാകണം. അവരുമായി കണക്റ്റഡ് ചെയ്തിട്ട് ഇവിടെ ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് തെളിവുകൾ ഉണ്ടാകണം. അപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ഹമാസിന് അവര് ഇന്ത്യയിൽ പ്രവർത്തനമുണ്ട്, സ്ലീപ്പർ സെൽ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ പ്രത്യക്ഷത്തിൽ ഹമാസിൻ്റെതായിട്ടുള്ള ഒന്നും തന്നെ കാണുന്നില്ല. പക്ഷെ അന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിലാണ്. ഇതിന്റെ സ്ലീപ്പർ സെല്ലുകൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച പാലക്കാട് നടന്ന സംഭവം ഉൾപ്പെടെ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിലുള്ള കാര്യം കൂടിയാണ്. ഇത് ഈ ഹമാസുമായിട്ട് ഇപ്പൊ നമ്മുടെ ഈ മലപ്പുറത്താണെന്ന് തോന്നുന്നു, ഈ ഹമാസിന്റെ നേതാവ് സോളിഡാരിറ്റിയുടെ പരിപാടിയിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടി ഓൺലൈൻ വഴി പങ്കെടുത്തിരുന്നു. അപ്പൊ ഇതെല്ലാം അന്വേഷണത്തിൽ കിടക്കുന്നതാണ്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ചതിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നില്ലേ എന്നൊരു ചോദ്യം പല ഭാഗത്തുനിന്നും ഉയർന്നു വന്നിരുന്നു. ഒരു സംഘടനയെ നിരോധിക്കണമെങ്കിൽ ഒന്നാമത്തേത് അത് UAPA പരിധിയിൽ വരുന്നതാണ് നിരോധനം, സംഘടനകളുടെ നിരോധനം. അപ്പൊ UAPA വരുന്ന കേസുകളിലാണ് ഈ സംഘടനയുടെ ആളുകളെയും മറ്റുമൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്.
ഇത്തരത്തിലേക്ക് നീങ്ങുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒറ്റ സംഘടന ആയിരുന്നില്ല. എല്ലാ സംസ്ഥാനത്തും വിവിധ പേരുകളിൽ അവർ നേരത്തെ മുതൽ പ്രവർത്തനം നടത്തുകയും പിന്നീട് ഒടുവിൽ ഉം, ഇവരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയായിട്ട് മാറുകയുമായിരുന്നു. അപ്പോൾ ഉം, മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും തെളിവുകൾ സഹിതം ഈ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കേസുകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ ഇവരുടെ കേസുകളുടെ സ്വഭാവം, അതിലെ ഉം, കർണാടകത്തിലായിരുന്നു ഏറ്റവും അവസാനമായി UAP ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ചുമത്തിയ ഒരു കേസ്. അതിലെനിക്ക് തോന്നുന്ന ഒരു ഉം, യുവമോർച്ച നേതാവിനെ വെട്ടിക്കൊന്ന കേസായിരുന്നു. നെട്ടാരു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ പ്രവർത്തകന്റെ പേര്. നേതാവായിരുന്നു, ഉം, നേതാവിനെ വെട്ടിക്കൊന്ന കേസായിരുന്നു. അങ്ങനെ അനവധി കേസുകൾ. ഇവർ ഉൾപ്പെട്ടിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങൾ, വിധ്വംസ പ്രവർത്തനങ്ങൾ, ഇതിന്റെ എല്ലാം തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഈ സംഘടനയെ പൂട്ടിക്കെട്ടുക മാത്രമല്ല, ആ അമെന്റ്മെന്റ് പ്രകാരം ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഉം, അപ്പോ കേരള സർക്കാരാണ് ഇപ്പോഴും ഈ പോപ്പുലർ ഫണ്ടുകാരുടെ സ്വത്തിന്റെ ഡീറ്റെയിൽസുകൾ പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന് ഇതുവരെ നൽകിയിട്ടില്ല. ഉം, നൽകിയതിന്റെയൊക്കെ അവർ കണ്ടുകെട്ടി കഴിഞ്ഞിരിക്കുന്നു. നൽകിയില്ലെങ്കിലും അവർക്ക് വിരോധമൊന്നുമില്ല. സ്വാഭാവികമായി അവർ അത് കണ്ടുകെട്ടി എടുത്തോളും. കാരണം അതൊന്നും ആരും ഉം, തർക്കമില്ലാത്ത കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അവരുടെ നേതാക്കൾക്ക് പുതിയ സംഘടനകൾ ഉണ്ടാക്കാൻ കഴിയാത്തത് ഈ ഒരു കാരണത്താലാണ്. പക്ഷെ അവരുടെ അണികളുണ്ട്. അണികൾ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ചെയ്യപ്പെടാത്ത അണികളുണ്ട്. ഉം, അനുഭാവികളായിട്ട് നടന്നവരോ ഇല്ലെങ്കിൽ അവരുടെ കൂടെ ജാഥയ്ക്ക് കീജയ് വിളിക്കാൻ പോയവരോ ഒക്കെ ആയിട്ട് അണികളുണ്ട്. ഈ അണികളുടെ ലിസ്റ്റും കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ അവർക്ക് മറ്റു സംഘടനയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവർ ആക്റ്റീവ് പ്രവർത്തകരായിട്ടല്ല ഈ ലിസ്റ്റിലുള്ളത്. ഉം, കാരണം ഇവരുടെ കൂടെ അണികളായി നിന്നവരാണ് ഒരു വലിയ വിഭാഗം. ഉം, അതിൽ വലിയ വിഭാഗം പേര് CPM കയറിയിട്ടുണ്ട്, കുറച്ച് പേര് കോൺഗ്രസിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും അവരുടെ പാർട്ടിയായ SDPIയിലും ഒക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഏത് സംഘടനയെ നിരോധിച്ചാലും ആ സംഘടനയെ നിരോധിക്കുന്ന കാലയളവ് 5 വർഷം മാത്രമാണ്. 5 വർഷത്തിന് ശേഷം പിന്നീട് ഇത് നിരോധനം നീട്ടുകയാണ് ചെയ്യുന്നത്. വീണ്ടും 5 വർഷത്തെ, വീണ്ടും 5 ഉം, വർഷത്തെ, അങ്ങനെ നീട്ടി നീട്ടി മുമ്പോട്ട് പോകുന്ന ഒരു സംഘടനയാണ് സിമി എന്ന് പറയുന്ന സംഘടന. അത് ഉം, ഉം, നിരോധനത്തിന് ശേഷം പലവട്ടം അത് നീട്ടി നീട്ടി കൊണ്ടുപോയി. ഇനി ഇതിനിടയിൽ നിരോധിക്കപ്പെട്ട സംഘടനയ്ക്ക് ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണ്. തങ്ങളുടെ നിരോധനം തെറ്റായിരുന്നു എന്നും ഭരണകൂടം ഉം, ഉം, തങ്ങളെ കുടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാജ്യത്ത് ഉം, നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് RSS. ഉം, 2 തവണ നിരോധിച്ചപ്പോഴും RSS ട്രിബ്യൂണലിൽ പോവുകയും തങ്ങളുടെ വാദങ്ങൾ നിരത്തുകയും ആ ട്രിബ്യൂണലിൽ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്തപ്പോഴാണ് RSSന്റെ നിരോധനം നീക്കിയത്. വളരെ അതെ. ചിന്തിക്കേണ്ടതായ ഒരു വിഷയം, RSSന്റെ നിരോധനം നീക്കിയ 2 സമയത്തും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇല്ല. ആഹ് രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രധാനമന്ത്രിയല്ല. BJPക്ക് അധികാരവും ഉം, ഇല്ലായിരുന്നു. BJPക്ക് ഉം, ഉം, അധികാരമില്ലാതിരുന്ന കാലത്താണ്. ഒന്ന് ഉം, ഗാന്ധിവധവുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു BJP പോലും ഇല്ല. ഉം, രണ്ടാമത്തേത് ഈ PV നരസിംഹറാവുവിന്റെ കാലത്ത് മറ്റേ ഈ തർക്കമന്ദിരം തകർത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉം, പ്രശ്നമായിരുന്നു. അത് ഉം, PV നരസിംഹറാവു ആയിരുന്നു. പിന്നീട് അത് അവർ ട്രിബ്യൂണലിൽ പോവുകയും എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തു. ഇത് രണ്ടും ഉം, ചെയ്യുന്ന ആദ്യത്തെ കേസ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് യാതൊരു തെളിവുമില്ല എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു കോടതി. RSSന് ഇതിൽ ബന്ധമില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ആ ഉം, ഒരു ഇതിലാണ് അതിനൊരു പ്രധാനമായിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് നിന്നത് അതായിരുന്നു. രണ്ടാമത് ഈ ഉം, ഉം, തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട കേസിൽ ഇതിനകത്ത് RSSന്റെ ഇൻവോൾവ്മെന്റോ ഇല്ലെങ്കിൽ അങ്ങനെയല്ല, ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലാണ്. അന്നത്തെ ശരിക്കും പറഞ്ഞാൽ PV നരസിംഹറാവു അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ചെയ്തൊരു നടപടിയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അത് തകർക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നാണക്കേട്. അപ്പൊ എന്തെങ്കിലും സഡൻ ആക്ഷൻ എടുക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പേരിലായിരുന്നു അത് പെട്ടെന്ന് അത് എടുത്തത്. അതും നീക്കം ഉം, ചെയ്യുകയുണ്ടായി. അതിനുശേഷം നിരോധിക്കപ്പെട്ട സംഘടനകളൊന്നും തന്നെ ഈ നിരോധനം നീങ്ങി പുറത്തു വന്നതായിട്ട് നമ്മളുടെ ഈ ചരിത്രം ഇല്ല. സിമി അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. പോപ്പുലർ ഫ്രണ്ടും 5 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് നീക്കുക തന്നെ ചെയ്യും. ഉം, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ. അപ്പൊ ഹമാസിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹമാസിനെ നിലവിൽ നമുക്ക് നിരോധിക്കത്തിലേക്ക് നമ്മൾ എത്താത്തതിന്റെ കാരണം ഇതാണ് നമ്മുടെ നിയമം. ഈ നിയമത്തിന്റെ അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഈ നിയമത്തിന്റെ പരിധി നമ്മൾ എന്നെത്തും ഹമാസുകാരെന്ന് ചോദിച്ചത് ഇപ്പോഴും അന്വേഷണത്തിലാണ്. ഇന്ത്യയിൽ ഉടനീളം നമ്മുടെ അന്വേഷണ ഏജൻസികൾ വിവിധ ഭീകര സംഘടന, ലോകത്തുള്ള വിവിധ ഭീകര സംഘടനകളുടെ പേരുകൾ ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ്. അവർ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം, എല്ലാ കാര്യങ്ങളും ശേഖരിച്ചതിന് ശേഷമാണ് നിരോധനത്തിലേക്ക് കടക്കുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇന്റർനാഷണൽ ഭീകര സംഘടനകളെ നമുക്ക് ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കും. അതിനും ചില ക്രൈറ്റീരിയകളുണ്ട്. ഉം, ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ UN പോലെയുള്ള, ഐക്യരാഷ്ട്രസഭ പോലെയുള്ള സംഘടനകൾ അതിനെ ഭീകര സംഘടനകളാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് ചില ക്രൈറ്റീരിയകളോട് കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ ഹമാസിനെ ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ഇസ്രയേല് അങ്ങനെ കുറച്ച് രാജ്യങ്ങളാണ് ഹമാസിനെ ഒരു ഭീകര സംഘടന ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നത്.
പക്ഷെ ഇപ്പോൾ ഹമാസിനെ ഒരുപക്ഷെ നമ്മൾ ഭീകര സംഘടന ലിസ്റ്റിൽ പെടുത്താനുള്ള സാധ്യത കൂടി വരുന്നുണ്ട്. കാരണം ഈ ഓഗസ്റ്റ് 15 മുമ്പ് പാക് അധിനിവേശ കാശ്മീരിൽ അവിടുത്തെ ഭീകര സംഘടനകളെല്ലാം കൂടെ ഒത്തുകൂടിക്കൊണ്ട് ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. നമ്മളത് വാർത്ത ചെയ്തിരുന്നതാണ്. ആ സമ്മേളനത്തിൽ ഈ അതെ. ഹമാസിന്റെ നേതാവ് കുതിരപ്പുറത്ത് ആനയിച്ചുകൊണ്ട് വരുന്ന ഒരു വിഷ്വൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് അപ്പൊ അദ്ദേഹം ഇന്ത്യ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു. കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും, ദില്ലിയിൽ രക്തപ്പുഴ ഒഴുക്കുമെന്ന് ഹമാസിന്റെ ഒരു നേതാവ് പാക് അധിനിവേശ കാശ്മീരിൽ വന്ന് വലിയ ഭീഷണി മുഴക്കിയിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്തു. ഇത് നമുക്ക് ഈ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതിന് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്തിനെതിരെ തുറന്ന് ഒരു വെല്ലുവിളി നടത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ. അതുകൊണ്ടാണ് നമ്മൾ നടപടി എടുക്കാറ്. അപ്പൊ ഇനി നടപടി എടുക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടപടി എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തെളിവ് ശേഖരണങ്ങൾ സ്വാഭാവികമായി നടന്നു വരും. അതിനൊക്കെ ഒരുപക്ഷെ ഈ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനം ഇതെല്ലാം കേന്ദ്രം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഭീകരവാദം ഇല്ലാത്തതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഭീകരവാദം ഇല്ലാത്തത് ഭീകരന്മാര് പാവങ്ങളായതുകൊണ്ടോ ഇല്ലെങ്കിൽ അവർ മാളത്തിലിരിക്കുന്നതുകൊണ്ടോ അല്ല. നമ്മുടെ ഏജൻസികൾ അത്രയും ശക്തമായതുകൊണ്ട് അവർക്ക് അനങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ തിരിച്ചടിയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം. അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇങ്ങനെ ഒരു നിരോധനം വരുമെന്നും തങ്ങൾ അടപടലം കൂട്ടപ്പെടുമെന്നും തങ്ങളെ പൊക്കി അകത്താക്കുമെന്നും ജീവിതത്തിൽ പുറത്തിറങ്ങാൻ കഴിയില്ലെന്നൊന്നും അവർ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അവര് ഈ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നൊരു പോളിസിയുമായി മുമ്പോട്ട് പോയി. അവർ ഓരോ ആക്രമണം നടത്തിയും റാലി നടത്തുമ്പോഴും അവര് കരുതിയത് ഈ രാജ്യത്ത് എന്തും നമുക്ക് ചെയ്യാം, ആരും ചോദിക്കാനും പറയാനും ഇല്ല, എല്ലാവരും ഭയന്ന് വിറച്ചിങ്ങനെ നിൽക്കുകയാണെന്നാണ് കരുതിയത്. ഈ സിറിയയും അഫ്ഗാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭീകര രാജ്യങ്ങളെ പോലെ ഈ രാജ്യം കുട്ടിച്ചോറാക്കാം എന്നൊക്കെ ആയിരുന്നു അവർ കരുതിയിരുന്നെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പാണ്, രാത്രി 2 മണിക്ക് തുടങ്ങിയ റെയ്ഡും കാര്യങ്ങളും നേരം വെളുത്തപ്പോഴേക്കും ഇവിടെ ഒരിക്കലും പോലീസിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത കേരളത്തിലെ പലയിടങ്ങളിൽ, തിരുവനന്തപുരം അടക്കമുള്ള പല ഇടങ്ങളിൽ നിന്നാണ് ഇവരെ കൊണ്ടുപോയത്. അതായത് പോലീസിന് അവിടെ ചെല്ലാൻ കഴിയില്ല, ഇവരുടെ തന്നെ ഒരു ടെറിട്ടറി ആയിരുന്നു. ആ റെയ്ഡിന്റെ കാര്യം പറയുമ്പോഴാണ് ഒരുപാട് ഓർമ്മകൾ നമുക്ക് വരുന്നത്. ഈ NIA സംഘം ഈ ഇവരുടെ തന്നെ ഇറച്ചിക്കടകളിൽ ബംഗാളിയായിട്ട് വേഷം മാറി നിന്ന് രാത്രി 3 മണിക്ക് മുതലാളിയെ തട്ടി ഉണർത്തുകയാണ്. അതെ ബായ് എണീക്ക് എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ ഈ രാവിലെ മറ്റേ ഈ കീറ തുണി കൊടുത്ത് വന്ന ഇയാൾ കോട്ട് സൂട്ടൊക്കെ ഇട്ട് മറ്റേ ടൈയൊക്കെ ഇട്ട് കെട്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ NIA ഇയാൾ വിചാരിച്ചു, പോപ്പുലർ ഫ്രണ്ടിന്റെ ആള് വിചാരിച്ചു കോമഡി ആട്ടോ, വിചാരിച്ചു ഇവൻ ഇനി നാട്ടിൽ വന്ന് പോവാണെന്ന് പറഞ്ഞ് പൈസ എടുത്ത് കൊടുക്കാൻ പോയപ്പോഴാണ് പിടിച്ചോണ്ട് പോകുന്നതെന്ന് പറഞ്ഞ ആ സമയത്ത് കോമഡിയൊക്കെ ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെ വേഷം മാറി നിന്നാണ് പിടിച്ചോണ്ട് പോയത്. ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ വേഷം മാറി നിൽക്കുകയായിരുന്നു നിരോധിക്കാനുള്ള ആ ഒരു പ്രോസസ്സിനായിട്ട്. അപ്പൊ ആ ഓർമ്മകളൊക്കെ എനിക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ്. ഒരു അല്ല, സംഭവം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ വളരെ ആക്റ്റീവാണ് കേരളത്തിൽ. അതായത് പോലീസിന് കടന്നു ചെല്ലാൻ പറ്റാത്ത കേരളത്തിൽ പല ഭാഗങ്ങളുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ രാജ്യം പോലെ കൊണ്ടു നടന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. അവിടെ ഒന്നും പോലീസിന് കടന്നു ചെല്ലാൻ പറ്റില്ല. പോലീസും ED ഒക്കെ ചോദ്യം ചെയ്യാനൊക്കെ വരുമ്പോ ഇവന്മാര് വളയുക, വലിയ അട്ടഹാസം മുഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അനങ്ങാൻ പറ്റിയില്ല. കാരണം ഞാൻ അറിഞ്ഞത് തിരുവനന്തപുരത്ത് ഇവിടെ ഒരു കോട്ടയില് അന്ന് ഈ അറസ്റ്റ് ചെയ്യാമെന്ന CRPFന്റെ ആളുകൾ ഉൾപ്പെടെ പോയിട്ട് അവിടുത്തെ ഒരു നേതാവിനെ പൊക്കി, പോപ്പുലർ ഫ്രണ്ടിന്റെ പൊക്കി വന്നപ്പോഴേ പതിവ് പോലെ തന്നെ ഇവര് പുറത്ത് തടിച്ചുകൂടി. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് തടിച്ചു കൂടിയിട്ട് ഇവര് ആക്രമിക്കുന്ന നിലയിൽ വന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ഈ NIA CRPFന്റെ ഈ സംഘത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പൊ ആ മലയാളി എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് നമ്മുടെ കേരള പോലീസ് അല്ല, ഇവർക്ക് മലയാളവും അറിയത്തില്ല, കാരണം നിങ്ങളെ കൊന്നിട്ടായാലും ഈ പിടിച്ചോണ്ട് വന്നവരെ അവർ കൊണ്ടുപോവുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് ചാകണോ അതോ ഇവനെ മാത്രം കൊണ്ടുപോയാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ അവിടുന്ന് ജനം മാറിയെന്നാ പറയുന്നത്. ആഹാ, ഒരു 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് മാറി. അപ്പോഴവർക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി, ഇതൊരു പണി നടക്കില്ലെന്ന്. പിന്നെ ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇവിടുത്തെ നേതാവ് അങ്ങോട്ട് വിളിക്കുമ്പോൾ ആ നേതാവ് അകത്ത് കിടക്കുക, ഫോണുകളെല്ലാം ജാമായി പോയി, ഓഫ് ചെയ്യാൻ പറയുന്നില്ല. അപ്പോഴേ ജാമർ കൊണ്ടുപോയി ജാം ചെയ്യല്ലേ, കംപ്ലീറ്റ് ജാം ആയിരുന്നു. ആ രാത്രിയില് കേരളത്തിൽ ഉണർന്നിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക് ഓൺ ചെയ്താൽ അറിയാം, അന്ന് കേരളത്തിൽ ടോട്ടലി ഫോണുകളെല്ലാം ജാം ആയിരുന്നു. ടോട്ടലി നെറ്റ്വർക്ക് അവർ ബന്ദ് ചെയ്തിരുന്നു. അതാണ് അതിനകത്ത് ഏറ്റവും, അതായത് ഒരു മെസ്സേജ് പോലും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നില്ല. ഒരുപക്ഷെ രാത്രി ആയതുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ജനം അറിഞ്ഞിരുന്നില്ലെന്നേ ഉള്ളത്. ഒരുപക്ഷെ രാത്രിയിൽ ആരും കുത്തിയിരുന്നു, ഒരുപക്ഷെ രാത്രിയിലൊക്കെ വിളിക്കുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് നേരിട്ട് കാണും. റീച്ച് പോകുന്നതും റേഞ്ച് പോകുന്നതായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അന്നത്തെ രാത്രിയിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാകും. അതൊക്കെ ആരെങ്കിലും ഓർമ്മയിൽ എടുക്കുകയാണെങ്കിൽ കമന്റ് ചെയ്താൽ നന്നായിരിക്കും, ആ രാത്രിയിൽ അവർക്ക് ഫോൺ കിട്ടിയിരുന്നോ ഇല്ല എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളിലൊക്കെ കാണാതെ പോയത്. ഈ സ്വാഭാവികമായി നമുക്ക് തന്നെ അറിയാവുന്നതാണ്, കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ പലപ്പോഴും ഇവിടുത്തെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരെ അവരുടെ ഈ വർക്കിന്റെ ഭാഗമായി ബന്ധപ്പെടാറുണ്ട്. മാധ്യമപ്രവർത്തകരെ ബന്ധപ്പെടാറുണ്ട്. കേരളത്തിലെ എനിക്ക് തോന്നുന്ന ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരെയും അവർ ബന്ധപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളുള്ള അവർ ഡെയിലി ഇവിടെ നിന്നുള്ള വാർത്തകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്.
ഇപ്പൊ നമുക്ക് ഒടുവിൽ ഉം. കിട്ടുന്ന ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന ഈ കൊലപാതകം പോലും NIA-യുടെ അന്വേഷണ പരിധിയിലാണ്. കാരണം അത് റഡാറിലാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ റഡാറിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കൊലപാതകത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് അത് NIA-യുടെ ഒരു ശ്രദ്ധയിൽ ആ കൊലപാതകം പെട്ടത്. ഈ കേരളത്തിൽ ഒരു ഇല അനങ്ങിക്കഴിഞ്ഞാൽ ഉം, ഉം, ഇപ്പൊ ഉം, പഴയതുപോലെ ഉം, അല്ല. കേരളത്തിൽ കിടന്നിട്ട് ഇപ്പൊ നമുക്ക് എന്ത് കുന്തളിപ്പം കാണിച്ചാൽ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളതല്ല. ഇന്നിപ്പോ കേരളത്തിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനകം നാഷണൽ വാർത്തകളിൽ ഇടം പിടിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഉം, നമ്മളുമായി തന്നെ ലിങ്ക് ഉള്ള 162 ചാനലുകളുണ്ട്, ദേശീയ ചാനലുകൾ. അപ്പൊ വളരെ ഉം, 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 വേഗത്തിലേക്ക് നാഷണൽ ലെവലിലേക്ക് ഈ വാർത്തകൾ നമ്മളടക്കം എത്തിക്കുന്നുണ്ട്. ഇത് കൂടാതെ എത്തുന്നുണ്ട്, ടൈംസ് നൗ എത്തിക്കുന്നുണ്ട്, ഉം, റിപ്പബ്ലിക് എത്തിക്കുന്നുണ്ട്, അങ്ങനെ മുഖ്യധാര മാധ്യമങ്ങൾ. അത് വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് അവിടെ മാറുന്നുണ്ട്. ഉം, ഈവൻ കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോണ്ട PC ജോർജിന്റെ അറസ്റ്റും ഇപ്പോഴത്തെ റിലീസ് പോലും ദേശീയ മാധ്യമങ്ങൾ ഉം, വലിയൊരു ഉം, തലക്കെട്ടായി മാറാറുണ്ട്. ഈ കൊലപാതകം വലിയ ഉം, തലക്കെട്ടായി മാറാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 2-3 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ലായിരുന്നു. കേരളത്തിന്റെ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ നോക്കിയാൽ കാണാൻ കഴിയില്ലായിരുന്നു. ഇന്ന് കേരളത്തിന്റെ ഉം. വാർത്തകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ദേശീയ മാധ്യമങ്ങൾ. കാരണം അതെ, അതെ. വെറൈറ്റി ഉള്ള ഇത്രയും കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനം ഈ ലോകത്ത് വേറെ ഇല്ല. പാമ്പ് കുത്തിച്ച് കൊല്ലുക, ഉം, 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 അതുപോലെ തന്നെ ഉം, സൈനൈഡ് കൊടുത്ത് കൊല്ലുക, കഷായം കൊടുത്ത് ഉം, കൊല്ലുക, ഇപ്പൊ ഉം, ചുറ്റി അങ്ങനെ വ്യത്യസ്തമായ വെറൈറ്റി ഉള്ള കൊലപാതകങ്ങൾ വേറെ ഒരിടത്തും ഇല്ല. ഉം, അപ്പൊ ഉം, ഇതേ ഉം, രീതിയിൽ പോകുന്നു. ഇതെല്ലാം അന്വേഷണ പരിധി. അപ്പം ഈ ഭീകരർ കേരളത്തിൽ കിടന്ന, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഈ ഭീകര പ്രവർത്തനങ്ങളും ഇല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റികളും ഒന്നും ഉം, ഉം, നടക്കാത്തതിന് ഉം, പ്രധാന കാരണം നമ്മുടെ അന്വേഷണ ഏജൻസികൾ ശക്തമായതുകൊണ്ടാണ്. അല്ലാതെ ഈ ഭീകരർ ഉം, ഉം, പാവങ്ങളായതുകൊണ്ടോ അവരുടെ മനസ്സ് മാറിയതോ കൊണ്ട് അല്ല. കാരണം ഉം, ഉം, അവർക്ക് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ കഴിയാത്ത സാഹചര്യം. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇന്ത്യയിൽ ഒരു ഉം, ഉം, ബോംബ് സ്ഫോടനം നടത്താൻ ഭീകരർക്ക് വലിയ പ്രയാസമാണ്. കാരണം ഈ ബോംബ് സ്ഫോടനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ അവർക്ക് എത്തിക്കാൻ പ്രയാസകരം. രണ്ടാമത് ഈ ബോംബുകളും മറ്റുമൊക്കെ തീവ്രവാദികൾ ഉണ്ടാക്കുന്നത് അതിന്റെ വിദഗ്ധന്മാരെ ഉം, കൊണ്ടാണ്. അതിന്റെ വിദഗ്ധന്മാർ വളരെ കുറവാണ് എല്ലാ തീവ്രവാദ സംഘടനകളും. ഉം, അപ്പോൾ ഉം, ചിലപ്പോൾ ഉം, കാശ്മീരിലായിരിക്കും ഒരു വിദഗ്ധനുള്ളത്, അല്ലെങ്കിൽ അഫ്ഗാനിലായിരിക്കും. ഈ വിദഗ്ധൻ വന്നിട്ട് വേണം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് സെറ്റ് ആക്കാൻ. അങ്ങനെയുള്ളവരുടെ ഉം, അഭാവം. അതുകൊണ്ടാണ് അവരിപ്പോൾ ആൾക്കൂട്ടങ്ങളെ ഇളക്കി വിട്ടിട്ടുള്ള സംഘർഷങ്ങൾക്കും അതുപോലെ രാജ്യത്തിനകത്ത് കലാപങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഭീകരവാദ സംഘടനകൾ ശ്രമിക്കുന്നത്. കാരണം അതിന് ഫണ്ട് ഉം, ഒഴുക്കിയാൽ മാത്രം മതി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ കലാപം ഉണ്ടായി. അത് മനസ്സിൽ ഉം, അങ്ങനത്തെയുള്ള കലാപങ്ങൾ ഉണ്ടാക്കുക, ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക, അവിടെ വലിയൊരു മരണസംഖ്യ സൃഷ്ടിക്കുക, ഇതാണ് ലക്ഷ്യം. ഉം, 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 മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെയുള്ള കുംഭമേള കണക്കുള്ള വലിയ പരിപാടിയിൽ അവിടെ ഒരു റൂമറോ വല്ല ഉണ്ടാക്കുക, വലിയ തിക്കും തിരക്ക് ഉണ്ടാക്കുക, അതിൽ കുറെ പേരെ കൊന്നൊടുക്കുക. ഇതേ രീതിയാണ്. കാരണം ഇതാകുമ്പോഴത്തേക്കും അവർക്ക് വലിയ റിസ്ക് ഇല്ല. ഇതിന്റെ മറ്റൊരു രൂപത്തിലാണ് ഉം, നമ്മളിപ്പോ വിദേശ രാജ്യങ്ങളിൽ കാണുന്നത്. ഒരു ട്രക്ക് ഓടിച്ചുകൊണ്ട് പോവുക, ആൾക്കൂട്ടത്തിൽ ഇടിച്ചു കയറ്റുക, ഇല്ല കയ്യിൽ കത്തി ഉം, കൊണ്ടുപോവുക, ഉം, കുത്തുക. ഇതൊക്കെയാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഉം, അതായത് ഉം, ഈ ഉം, ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഭരണം പിടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഉം, ഉം, സിദ്ധാന്തവുമായി ഈ ഭീകരന്മാർക്ക് മുമ്പ് വന്നൊരു ടീമുണ്ട് ഈ ലോകം കീഴടക്കാനായിട്ട്. ആരാന്നറിയാവോ? ഉം, കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളും തോക്കിൻകുഴലിൽ കൂടാണ് വിപ്ലവം എന്ന് പറഞ്ഞിട്ട് എത്രയോ സ്ഥലത്ത് ഉം, അവന്മാർ ഉം, അധികാരം പിടിച്ച് രാജ്യങ്ങളിൽ. അവിടെയൊക്കെ ആളുകളെ ഉം, കൊന്നൊടുക്കില്ലേ, ലക്ഷക്കണക്കിന് പേര്. എന്നിട്ട് അവർ അധികാരം പിടിച്ചില്ലേ. എന്നിട്ട് ഇന്നിപ്പോ കമ്മ്യൂണിസം ഉം, എവിടെയാണുള്ളത്? കേരളത്തിന്റെ ഈ തെക്കേ തുരുത്തിലാണ് ഇരിക്കുന്നത്. പറയുമ്പോൾ ചൈനയിലുണ്ടെന്ന് പറയാം, അവിടെ ഉണ്ട് ഇവിടെ ഉം, ഉണ്ടെന്നൊക്കെ ഉം, പറയാം. ഉം, ചൈനയിലുള്ള കമ്മ്യൂണിസ്റ്റ് ഉം, പാർട്ടിയും ഈ ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ആനയും ആടും പോലെയല്ല. ആനയും ഉം, പശുവും, കാരണം രണ്ടും വ്യത്യസ്തമായി, അല്ലെങ്കിൽ ആനയും പുലിയെന്ന് വേറെ എന്തെങ്കിലും രണ്ട് വ്യത്യസ്ത മൃഗങ്ങളെ പറയേണ്ടി വരും. കാരണം അവിടുത്തെ ഉം, ഉം, കമ്മ്യൂണിസ്റ്റ് ഉം, പാർട്ടിയോ ഇവിടുത്തെ അതൊരു മുതലാളിത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തന്നെ പറയേണ്ടി ഉം, വരും ചൈനയിലത്. ഇവിടത്തത് ഉം. തൊഴിലാളിയാണെന്നല്ല ഞാൻ പറഞ്ഞു, ഇവിടുത്തെ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഇവർ ഏത് മാർക്സിസ്റ്റ് ആണെന്നാണ് ഇവര് പറയുന്നത്. മാർക്സിസ്റ്റിന്റെ ഓക്കെ. ആശയങ്ങളാണോ ലെനിനിസ്റ്റിന്റെ ആശയങ്ങളാണോ ഒന്നും നമുക്ക് അറിയാൻ മേലതാണ് കേരളത്തിൽ കിടക്കുന്നത്. അപ്പൊ പുള്ളി ഇതാണ് അപ്പൊ വിഷയത്തിൽ ഒരു നിന്ന് വ്യതിചലിക്കുന്നു. അതെ അതെ. അപ്പൊ ഹമാസിൽ നമ്മുടെ തുടങ്ങി നമ്മളിപ്പോ നിരോധനവുമായി ചൈനയിലെത്തി ബന്ധപ്പെട്ട നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു ഉം, പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ ഈ ഉം, 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 മാവോയിസ്റ്റ് സംഘടനകൾ, അനവധി സംഘടനകളുണ്ട്. ഈ ഉം, സംഘടനകളെ ഓരോന്നും നമ്മൾ നിരോധിച്ചിട്ടാണ് പതുക്കെ പതുക്കെയാണ് ഉം, ഉം, നിരോധിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇതിന്റെ എവിഡൻസ് ആണ് ഉം, കളക്ട് ചെയ്യുന്നത്. ഇതിന്റെ എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നു, ഇതിന്റെ ഹിസ്റ്ററി കളക്ട് ചെയ്യുന്നു, ഉം, അങ്ങനെ ഉം, ഇതിന്റെ ഉം, അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ നിരോധിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉം, ഇന്ത്യയിൽ പ്രത്യക്ഷത്തിൽ UAPA കേസുകളൊന്നും ഹമാസോ ഹമാസോമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ലാത്തത് ഉം, കൊണ്ടാണ് നമ്മൾ ഹമാസിനെ നിരോധിക്കാത്തത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നമ്മൾ ഹമാസിനെ, ഉം, എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ തന്നെ നമ്മൾ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഉം, ഏറെയാണ്. കാരണം ഇപ്പോൾ അത് അവർ POK വന്നിട്ട് നമ്മളെ വെല്ലുവിളിച്ച ഒരു സാഹചര്യം കൂടി. ഇതുപോലെ തന്നെ ഉം, ഉം, ബംഗ്ലാദേശിൽ ഉം, ABT എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയെ നമ്മൾ ഭീകരവാദികളായി പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, നിരോധിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ഉം, 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 സ്ലീപ്പർ സെല്ലുകൾ കർണാടകത്തിലടക്കം പ്രവർത്തിക്കുന്നുണ്ട് ഉം, എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 3500ഓളം സ്ലീപ്പർ സെൽ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യം പിടികൂടിയിരുന്നു, രാജ്യത്ത് ഒട്ടാകെ ഇതുവരെ, ഈ ഉം, ABTയുടെ. അപ്പം അങ്ങനെയുള്ള ഇതുണ്ട്. നമ്മളിപ്പോൾ അൽഖ്വയ്ദയും മറ്റുമൊക്കെ നമ്മൾ നിരോധിച്ചു. പക്ഷെ ഇസ്രായേലും നിരന്തരം ഇന്ത്യയോട് ആവശ്യപ്പെടുന്നുണ്ട് ഇവരെ ഉം, ഭീകരവാദികളായി ഉം, പ്രഖ്യാപിക്കണം, നിരോധിക്കണം. പക്ഷെ ഇന്ത്യയിൽ അവരുടെ
പ്രവർത്തനങ്ങൾ ഇല്ലാത്തതുകൊണ്ട്, ഏതായാലും ഈ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ നിലവിലുള്ളിടത്തോളം കാലം ഹമാസിനെ അവർ നിരോധിപ്പിച്ച് തരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഹമാസിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിൽ ഹമാസിന്റെ പരിപാടികളൊക്കെ ചെയ്ത് കാരണം അങ്ങനെയാണല്ലോ, അവരാണ് വെറുതെ കിടക്കുന്ന പലയിടത്തും കിടക്കുന്ന ഹമാസിനെയൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഓക്കെ. അവരുടെ യൂണിറ്റും ഒക്കെ ഉണ്ടാക്കി അവരെ കൂടെ നിരോധിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്. എന്തായാലും ഹമാസിനെ നിരോധിക്കാത്തത് കൊണ്ട് വലിയ അമർഷത്തിലാണ് നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഹമാസ് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇവിടെ കൈയടിക്കുകയും ഹമാസ് പറയുന്ന കാര്യങ്ങളിവിടെ ഏറ്റെടുക്കുകയും ഹമാസ് അവിടെ കാണിക്കുന്ന കാര്യങ്ങളെ ഇവിടെ അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസ് അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഈവൻ മാധ്യമ പ്രവർത്തകർ പോലും ഹമാസിന്റെ ഫാൻസായി നടിക്കുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. ചാനലുകളെല്ലാം പച്ചയ്ക്ക് ഹമാസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനു പറയുന്നു, ഇവിടെയുള്ള പല പണി പോയ MLA-മാര് പോലും ഹമാസ് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അവര് നിരപരാധികളാണെന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഒക്കെ ഇവിടെ മാറ്റാനും വരുന്ന തലമുറയിലേക്ക് ഈ ഭീകരവാദം പടർത്താതിരിക്കാനും ഹമാസിനെ നിരോധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉടനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് നിർത്താം. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.